ആര്യ ചേച്ചി, ഓ, ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ മത്സരം ഇങ്ങനെ കൂടിക്കൂടി വരും, കടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ കടുത്ത മത്സരത്തിന്റെ ഇടയ്ക്ക് ആ ടെൻഷനൊക്കെ ഇറക്കി വെക്കാനായിട്ട് ഞാനൊരു ഒന്നൊന്നര കുഞ്ഞാളെയാണോ വിളിക്കാൻ പോകുന്നത്? അത് വളരെ കുഞ്ഞു മാലാഖയാണ് വരുന്നത്. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ മാത്രം കമ്മണിക്കുട്ടി എത്തുന്നു. ലെറ്റ്സ് വെൽക്കം ധ്യാനക്കുട്ടി ഓൺ സ്റ്റേജ്. അയ്യോ, വലിയൊരാള് വന്നു. ഹലോ, ഹായ്. ഹായ് ധ്യാനക്കുട്ടി. ഈ കിൻഡർ ജോയ്ക്കായിരുന്നൊക്കെ ഒരു ടോയ് കിട്ടും. ഇന്ന് മധുവങ്ങളായിട്ട് മാച്ച് ആണല്ലോ. മാച്ചിങ് ആണല്ലോ. അതെ, രണ്ടുപേരും അവിടെ ഗുഡ് ഗേൾ അനങ്ങല്ലേ. മിനുടി, എന്തോ വിഷുവിന് കണ്ണനായിരുന്നല്ലോ. അതെ, അപ്പൊ ഓണക്കുഴലിൽ പിടിച്ച ഓർമ്മയുണ്ടോ? അത് ഭയങ്കര രസമായിരുന്നു. മാത്രമല്ല കുഞ്ഞിനെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടായിരുന്നു. അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അതെ അതെ, റോമിങ് അറൗണ്ടെന്ന് അറിയില്ല. അതുപോലെ ഇതെന്താ ഈ തലയിലൊക്കെ? അത് തലയിൽ ഒട്ടിക്കുന്നതാണോ? അത് എസ്റ്ററിന്റെ അമ്മ തന്നെ. ആണോ? സൂപ്പർ ആയിട്ടുണ്ടല്ലോ. നല്ല ഉടുപ്പാണോ? സ്റ്റിച്ച് ചെയ്തതാണോ? നമ്മള് വിചാരിക്കുന്നത് ഇത് കടയിൽ നിന്ന് വാങ്ങിയൊന്നുമല്ല, സ്റ്റിച്ച് ചെയ്തതാ. ഏതാണ്ടി എന്റെ കൂടെ കുറച്ച് ഗസ്റ്റ് വണ്ണുണ്ട്. ആണോ? അത് ആരൊക്കെയാ? എന്റെ സിസ്റ്റേഴ്സും പിന്നെ എന്റെ ഒരു കസിനും. ഓ, സിസ്റ്റേഴ്സും കസിനും ആണോ? ആണോ? ഇതാണോ എവിടെ? സിസ്റ്റർ, കസിൻ, ഇത് സിസ്റ്റർ. എന്താ പേരെന്താ? വിഹാംഗി. 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 പിന്നെ അടുത്ത ആള്? പിന്നെ ദക്ഷ. ദക്ഷ. ഇത് സിസ്റ്റർ ആണ്. പിന്നെ എനിക്ക് ആളും കൂടി ഉണ്ട്. പിന്നെ ആരാ? ഡാഡിയുടെ പേര് അറിയില്ലേ? ഇല്ല. സോറി. ഡാഡിന്റെ പേരെന്താ? ബൈജു. ബൈജു ചേട്ടാ, ഞങ്ങൾക്കറിയാം. ഇന്ന് മഞ്ഞ ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഏത് പാട്ടാ പാടാൻ പോന്നേ? ഡാഡിയുടെ മമ്മിക്ക് പിണക്കുണ്ടോ? ഉണ്ടോ? ഇടയ്ക്കിടയ്ക്ക് പിണക്കാവോ? ഒരു വഴക്കാണോ? എങ്ങനെയാ അവര് വഴക്കടിക്കണേ? ചൂടാക്കി നല്ല അടിയാണല്ലോ. പിന്നെന്താ ചെയ്യാറ് ഇങ്ങനത്തെ? എന്ത് പറയും? അയ്യോ, എന്ത് പറയും ധ്യാനക്കുട്ടി? ഡാഡി മമ്മി വഴക്കായ നമ്മുടെ കുഞ്ഞിന് ചീത്ത പറയും. ആണല്ലേ? പറയൂല. അമ്മയാണ് ചീത്ത പറയാൻ. കുട്ടികളോട് ചീത്ത പറയണ്ടാവ്, അമ്മയടുത്ത് പറയും. പക്ഷേ ദക്ഷു പാടുവല്ലേ? ദക്ഷു. അപ്പൊ ദക്ഷുവിന് ടോപ്പ് സിംഗ് എന്താ ടോപ്പ് എന്ന് പറഞ്ഞ? പെട്ടെന്നൊരു ഡാൻസ് കേട്ടോ ഞങ്ങക്ക്. മഞ്ഞ പൂമ്പാറ്റയാണോ ഇത്? മഞ്ഞ ബട്ടർഫ്ലൈ പാട്ടിന്റെ ഡീറ്റെയിൽസ് അറിയോ? അതൊക്കെ ഗാനരചന, ലിറിക്സ്, ഖാദർ. ഫാദർ അല്ല, ഖാദർ. ഗുഡ് ഗേൾ. ഒരു കൊടുക്കേഴി. മിടുക്കി കുട്ടി. വർഷം 1985. പാടിയത് ജാനകിയമ്മ അല്ല. സുശീലമ്മ, ചിത്രമ്മ, സുജമ്മ, ആ തെരിപ്പേ.
Correct answer. കറക്റ്റ് മിടുക്കി. അപ്പൊ പഠിക്കോ കേട്ടോ. ഓൾ ദി All the ബെസ്റ്റ്. best. Thank you. All the best. Bye. കാലക്കിയല്ലോ. കമ്മ്യൂണിറ്റി സൂപ്പർ ആയിരുന്നു കേട്ടോ. Thank you. ഓക്കെ കൺമണിക്കുട്ടി. Yes. യെസ് മൊത്തം പ്രശ്നം മമ്മിയാണെന്ന്, ഡാഡി പാവാണെന്ന്. ആ പാവം കേട്ടായിരുന്നു. എന്തൊരു പാവം. ആക്ഷൻ എക്സ്പ്രഷൻസ്. അതിനിടയിൽ ഒരു ചിരിയൊക്കെ ഉണ്ടായിരുന്നു, ശ്രദ്ധിച്ചോ? എങ്ങനെയാ ചിരിച്ചേ? എന്തൊരു പാവം എൻ ഡാഡി, അല്ലെ എന്ത് പിഴച്ചു എൻ ഡാഡി. ഡാഡി പിന്നെ ഉയ്ജിനു ഉയ്ജരി. അതെങ്ങനെയാ? അതെങ്ങനെയാ? എന്ത് പിഴച്ചു ഡാഡി മുതൽ പാടിയ? എന്നു പിഴച്ചു എൻ ഡാഡി, ആ എന്നൊരു പാവം എൻ ഡാഡി. ആ ഉയിരല്ലേ ഉയ്ജിനു ഉയ്ജരി. ഡാഡി. ഓ അത് ഡാഡിയുടെ താണോ മമ്മിയുടെ താണോ കൂടുതൽ ഇഷ്ടം? എന്താണ് ഇനി? രണ്ടാളിനെ. ഓ, അതെന്ത് പറ്റി ഇപ്പൊ അങ്ങനെ പറയാൻ? അമ്മയുടെ ചോദിക്കട്ടെ, മമ്മി വഴക്ക് പറയോ?
ഇല്ല, വഴക്ക് പറയാറില്ല. പറയാറില്ല. ഇല്ലാന്നാണല്ലോ മമ്മി പറയണേ. ചെറുതായിട്ട് വഴക്ക് പറയും. എങ്ങനെയാ വഴക്ക് പറയണേ? എന്ത് കാര്യത്തിനാ വഴക്ക് പറയണേ? എങ്ങനെയാണ്? ഞാൻ ധ്യാനക്കുട്ടി, എന്നെ ഒന്ന് വഴക്ക് പറ. ഇത് മമ്മി പറ. എങ്ങനെയാ വഴക്ക് പറയാറ്? മമ്മി എല്ലാ ദിവസം പാട്ട് പഠിക്കും. പാട്ട് മറന്നുപോയ അപ്പ തന്നെ അടിക്കും. അടിക്കോ? വഴക്കൊന്നുമില്ല, ഒച്ചയടി. പാട്ട് മറന്നുപോയ പാട്ട് അപ്പൊ പറഞ്ഞാൽ അടി. മമ്മി അടിക്കോ? Yes. അത് വെറുതെ പറയുന്നല്ലേ, അങ്ങനെ ചെയ്യില്ലല്ലോ. ഉണ്ട്. ഉണ്ടല്ലേ? അപ്പൊ പാട്ട് മറന്നു പോയ ഡാഡി എന്ന് പറയും. ഡാഡി മാമിനോടെന്ന് പറയും. ആ, കുട്ടികളെ ചീത്ത പറയരുത്. വഴക്ക് പറയരുത്. പറയാൻ പാടില്ല. പാടില്ല. ഓക്കെ. അത് പറയും. നന്നായിരുന്നു കേട്ടോ. അങ്കിള് ഒത്തിരി ഇഷ്ടായി, അതുകൊണ്ടല്ലേ ഉമ്മ തന്നാ. Yes. തിരിച്ചൊരു നല്ലൊരു ഉമ്മ തന്നില്ലല്ലോ. ചക്കര ഉമ്മ കൊടുത്തേക്ക്. അതന്നെ. ബിഗ് ഓ, ഉമ്മ. ഇടയ്ക്കിടയ്ക്ക് തിരിയുന്നുണ്ട് ആ ഉടുപ്പ് അത് ഇട്ടോണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട അതെ, അതെ, ഉടുപ്പ്. അതെ. കണ്ടോ കണ്ടോ ആയ്. ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എന്നെ തല്ലാന്നൊന്നും കരുതണ്ട, അതെ. കലിതുള്ളും മമ്മി എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ ക്യാപ്റ്റൻ? അതെ, കണ്ണുകൾ കുളിരണിയാന്ന് പറഞ്ഞ വാക്കുകൾ ഉണ്ടായിരുന്നു അതിൽ. ആരെങ്കിലും കേട്ടോ? അതെങ്ങനെ തിരിച്ചറിഞ്ഞു? അതെങ്ങനെയാ? ആ ലൈൻ എങ്ങനെയാ പാടിയേ? കണ്ണുകൾ കുളിരണിയാ. കണ്ടോ? അതുപോലെ തന്നാലും മുത്തങ്ങൾ ഇനി നിങ്ങൾ ഒന്നായി എന്ന് പറഞ്ഞിട്ടും വരി ഉണ്ടായിരുന്നു. അതും പാടിത്തരോ കമ്മണി? തന്നാലും മുത്തങ്ങൾ ഇനി നിങ്ങൾ ഒന്നായേ. എല്ലാവർക്കും ടേക്കിന്റെ മനസ്സിലായില്ലേ? ടേക്കിന്റെ സമയത്ത് നല്ല രസമായിരുന്നു. നല്ല രസമായിരുന്നു. അയ്യോ, എല്ലാം കാണാതെ പഠിച്ചു. നല്ല മിടുക്കിയായിട്ട് നല്ല ഉടുപ്പിട്ട് വന്ന് പാടി എല്ലാരെയും ഞെട്ടിച്ച് നമ്മുടെ ധ്യാനക്കുട്ടി മിടുക്കി. ഉണ്ടോ? ഇല്ലേ മധുവെങ്കിലും തോന്നിയില്ലേ? ധ്യാനക്കുട്ടി അടിപൊളിയായിട്ട് പാടിയില്ലേ? ആ ലിറിക്സ് മുഴുവനും കാണാതെ പഠിച്ച് പേടിച്ചാണെങ്കിലും അമ്മ പേടിപ്പിച്ചല്ലേ പാട്ട് പഠിപ്പിക്കണേ? എന്തോന്നും മിണ്ടാത്ത? ഒന്നില്ല. ഒന്നുമില്ലേ? കുത്തുന്നുണ്ടോ ഈ ഉടുപ്പ്? ഇല്ല. ഇല്ല, കുഴപ്പമൊന്നുമില്ല. വെറുതെ ഇവിടെ ഇങ്ങനെ വെച്ച. വെറുതെ വെച്ച്. വെറുതെ ഇങ്ങനെ വെച്ചാ? ഓക്കെ. വെറുതെ ഇങ്ങനെ വെച്ചാന്ന്. എനിക്കും അതെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഉയിരിന് ഉയരല്ലേ, പിന്നെ ഈ പറഞ്ഞപ്പോ പാടിപ്പിച്ച വന്നാലും നിന്നാലും ഒന്നായി രണ്ടാളും, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് വളരെ ഇഷ്ടപ്പെട്ടു. Thank you. ആ മിടുക്കിയാട്ടോ. ഗുഡ് ഗേൾ ആണ്. ഗുഡ് ഗേളാ. എനിക്കൊരു ഉമ്മ തന്നേ. ബിഗുമ. Thank you, thank you, So thank you. sweet. അപ്പൊ ഇനി എന്ത് വേണം? മഴ പെയ്പ്പിക്കാം നമുക്ക്. Yes. യെസ്. നമുക്ക് മഴ പെയ്യാം. എന്ത് മഴയാ വേണ്ടേ? പറഞ്ഞോ. മുത്തൻ മഴ. യെസ്. അപ്പൊ വരട്ടെ നമ്മുടെ കമ്മണിക്കുട്ടിക്ക് ഒരു ഉഗ്രൻ മിഠായി മഴ. ആഹാ, പെരുമഴ നിക്കുന്നില്ല അത്. കസിൻ സിസ്റ്റർ കസിൻസിനെ വിളിക്കാ. ഓ. ഓക്കെ ധ്യാനക്കുട്ടി, ബൈ. മൈക്കൊന്നും വേണ്ടേ? ആ, ഉണ്ടോ കയ്യില്? ബൈ. Bye. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നമുക്ക് അടുത്ത മിനിയെ വിളിച്ചാലോ? വിളിക്കാം. പക്ഷെ അടുത്ത കുട്ടീനെ വിളിക്കാൻ വരട്ടെ. അതിന് മുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ എന്നെ കണ്ടുപിടിക്കണം, ധാരാ വരാൻ പോകുന്ന ഏത് പാട്ടാ പാടുന്നതെന്നൊക്കെ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഒരു ക്ലൂ തന്നിട്ടുണ്ട്. ക്ലൂ ഞാൻ കാണിക്കട്ടെ. വാട്ട് ഈസ് ദ ക്ലൂ? നോക്കൂ. മല. Yes. മല. മലമേലെ തിരിവച്ച് പെരിയാറിൻ തളയിട്ട്, അതാണോ? ചിരിതൂകും പെണ്ണല്ല. അതല്ല. മല മലലൂയ മല 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 മലലൂയ. അതും അല്ല. മലയാള ഭാഷതൻ മാതക ഭംഗി. ആ പാട്ടാണോ? അല്ല. മലകൾ അല്ല, പുഴകളാണ്. അതും അല്ല. പക്ഷേ എങ്ങനെയുണ്ട് എന്റെ ക്ലൂ? നല്ല ക്ലൂ. അല്ല, ഒരു കാര്യം പറയട്ടെ. ഞാൻ ഒരു കാര്യം തുറന്നു പറയാം. ആ പാട്ടിന്റെ വരിയല്ല. അല്ല അല്ലേ? ഇതൊരു ഫേമസ് സംഭവമാണ് ആ സിനിമയിലുള്ളത്. ആണോ? ഈ സിനിമയിലാണ് ആ പാട്ട് വരുന്നത്. കിട്ടി. പറ. എന്റെ കയ്യിലുണ്ട്. പറ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാ. എന്റെ കയ്യിലുണ്ട്. എന്റെ മീനുട്ടിയുടെ മനസ്സിലുണ്ട്, പുറത്തേക്ക് കയ്യിലുണ്ട്. വരുന്നില്ല. എന്താ അത്? പറ. എനിക്കറിയാം, എന്റെ മീനുട്ടിയുടെ കയ്യിലുണ്ട്. ഈ ഇതാണോ ഡയലോഗ് ഏതാന്ന് പറയണം. ഡയലോഗ്? എനിക്ക് ഓർമ്മയില്ല. സിനിമ പറയാൻ പാടില്ല. ഡയലോഗ് ഡയലോഗ് മല മല.
അതാണ് ഡയലോഗ്. മലയല്ലടാ കുന്ന് കുന്ന്. അതാണിത്. മിന്നാരം. അതെ, മിന്നാരം മൂവിയിലെ പാട്ടുമായിട്ടാണ് അടുത്ത ആള് വരാൻ പോകുന്നത്. നമ്മുടെ എസ്തർ കുട്ടിയാണ്. വിളിക്കാം. ലെറ്റ്സ് വെൽക്കം എസ്തർ കുട്ടി ഓൺ സ്റ്റേജ്. എന്തൊക്കെയുണ്ട് എസ്തർ? അമ്മേന്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ഹായ്. ഇവർക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താ? ഇവര് കൊറോണ സമയത്ത് ഓൺലൈൻ വഴി പരിചയപ്പെട്ട ഫ്രണ്ട്സ് ഏതാണ്. കൊറോണ സമയം കഴിഞ്ഞപ്പോ വർഷാണ് മാസാണോന്ന് അറിഞ്ഞൂടാ, ഇവര് ഓരോ പ്രാവശ്യം ടൂർ എന്ന് പറഞ്ഞു പോകും. അത് ശരി. അപ്പൊ ഈ പ്രാവശ്യം അമ്മ ഇല്ലാത്തോണ്ട് ഇവരുടെ ടൂർ ഇവിടെ എന്റെ അമ്മേനെ കാണാൻ. അപ്പൊ എസ്തർ ബേബി എന്തോ മിന്നാരത്തിലെ ഏത് പാട്ടാ പാടാൻ പോകുന്നത്? നിലാവേ മായുമോ. വെരി നൈസ്, വെരി നൈസ്. ഡീറ്റെയിൽസ് മ്യൂസിക് SP വെങ്കിടേഷ് സർ. സിനിമ മിന്നാരം, ഇയർ 1994. സിംഗർ MG സർ. ചിത്ര ചേച്ചിയും പാടിയിട്ടുണ്ട്. ചിത്ര ചേച്ചി പാടിയിട്ടുണ്ട്. ചിത്ര ചേച്ചിയുടെ വേർഷനാണ് MG അണ്ണന്റെ വേർഷനാണ്? MG അങ്കിൾ. MG അണ്ണന്റെ. ഓക്കെ. ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നീ
എസ്തറുടാ എന്തോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ ലില്ലി പാപ്പ ലോലി കേട്ടോ. ഒന്നുകൂടെ പാടി കേൾപ്പിക്കാമോ? ലില്ലി പാപ്പാലോലി ലില്ലി പാപ്പാലോലി Lili Papa Loli, Lili Papa Loli, Lili Papa Loli, Lili Papa Loli, ലില്ലി പാപ്പാലോലി Lili Papa Loli. യെസ്. പിന്നാരെ ലോ പാടി. ഇവിടെയാണ് പാടി. ഓക്കെ ഞാൻ മാത്രമാണ്. ഐ എം സോറി. തെറ്റ് പറ്റിപ്പോയി. വേണോ? ലോ കട്ട് ചെയ്താൽ മതി. അത് ലോ ആയിപ്പോയി. ഏറ്റവും രസം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? നമ്മുടെ എസ്തറൂട്ടന്റെ ശബ്ദം. ബ്യൂട്ടിഫുൾ അതെ അതെ അതെ. താങ്ക് യു സർ. കട്ട് ത്രൂ വോയിസ് ആണ്. ഇങ്ങോട്ട് അങ്ങ് എത്തും. എസ്തറൂട്ടിന് അത് അറിയാമോ? ഇല്ല. ഇങ്ങനെ ഇത്രയും ബ്യൂട്ടിഫുൾ വോയിസ് ഉണ്ടെന്ന് അറിഞ്ഞൂടെ? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിരിക്കുന്നു, ഇതുവരെ മനസ്സിലായില്ലേ? എസ്തറൂട്ടാ സൂപ്പറാണ് കേട്ടോ. താങ്ക് യു സർ. ആ ശബ്ദം ഈ പാട്ടിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഇമോഷൻസിനെ മുകളിലോട്ട് കൊണ്ടുവരാനായിട്ട്. നോട്ട്സ് ഒക്കെ കറക്റ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ ഫീലിങ്സ് ഡൗൺലോഡ് ആയെന്ന് ഒരു സംശയമുണ്ട്. കുറച്ചുകൂടെ ഫീലിങ്സ് ഡൗൺലോഡ് ചെയ്താൽ നല്ലതായിരിക്കില്ലേ? കുറച്ചും കൂടെ ഒരു സങ്കടം. സങ്കടം കുറവാണല്ലേ? അല്ലെ, സങ്കടം കുറച്ച് സന്തോഷത്തിൽ പാടിയ പോലെ ഉണ്ടോ? നിലാവേ മായുമോ? വളരെ സന്തോഷം. ആ നിലാവേ മാഞ്ഞോട്ടാ, ഇഷ്ടമുള്ള പോലെ മാഞ്ഞോട്ടാ. പിന്നെ തലോടും പാട്ടുമായി ഓർമ്മകൾ അറിയാതെ അലിഞ്ഞു വീണു. ആ നന്നായി, ഇങ്ങനെയാണ് അലിഞ്ഞു വീണ്ടത് എന്ന് വരാതെ ഒരു സങ്കടം, കുറച്ച് ഒരു മൈറ്റ് ബി ഒരു 10 ഗ്രാം സങ്കടം ഒന്ന് അറിയാമോ? നിലാവേ മായുമോ കിനാവും നോവുമാ മായുമോ അതിൽ ആ മോ എന്ന് മായുമോ എന്ന് അങ്ങനെ മോയിൽ നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സങ്കടം പോകും. മായുമോ മായുമോ ആ കിനാവും നോവുമാ അമ്മായി സോഫ്റ്റ്. ആ അടുത്തത് ഇളം തേൻ തെന്നലാ ഇതൾ. ഇതൾ തേൻ തെന്നലാ തലോടും പാട്ടുമാ ഇളം തേൻ. ഇളം തേൻ അല്ലേ? അതെ അതെ, ഇളം തേൻ. ഇളം തേൻ. ഇളം തേൻ തെന്നലാ തലോടും തലോടും. അത് തലോടണം തലോടും എന്ന് പറഞ്ഞാൽ തലോടും അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. തലോടും തലോടും പാട്ടുമാ അടുത്ത ഇതൾ മാഞ്ഞൊരോർമ്മയല്ല ഇതൾ. അത് ഒരുപാട് ഓപ്പൺ ഇതൾ ഇതൾ മാഞ്ഞ ഇതൾ മാഞ്ഞൊരോർമ്മയല്ല ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലി യാതെ നാരിരാധ. അത് അറിയാതലി അയാതലി സോഫ്റ്റർ. അറിയാതലിഞ്ഞു പോ നിലാവേ മായുമോ കിനാവും നോവുമാ. ആ ഫീലിങ്സ് വരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഡൗൺലോഡ് ചെയ്തു, ഫീലിങ്സ് ഡൗൺലോഡ് ചെയ്തു. പിന്നെ നിറം പകർന്നാടും നിലവുകളെല്ലാം അതെങ്ങനെ പാടിയേ? നിറം പകർന്നാടും നിലവുകളെല്ലാം അത് കറക്റ്റായിട്ട് പാടാം. അതാണ്. അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ. ഉള്ളിൽ ഉലഞ്ഞാടും മോഹപ്പൂക്കൾ വീണ്ടും വരും മണ്ണിൽ വെറുതെ പൊഴിഞ്ഞു ദൂരെ ദൂരെ. അതൊക്കെ കുറച്ചും കൂടെ എക്സ്പ്രസീവ്. നമുക്ക് ഇംപ്രഷൻ കിട്ടിയിട്ടുണ്ട് നോട്ട്സിന്റെ, പക്ഷെ എക്സ്പ്രഷൻ കിട്ടിയിട്ടില്ല. എക്സ്പ്രസ് ചെയ്ത് ഇംപ്രസ് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഈ ശബ്ദത്തിൽ അത് ഒരുപാട് സാധിക്കും. അതുകൊണ്ടാണ് അങ്കിൾ പറയുന്നത്. ഒത്തിരി സ്നേഹത്തിലാണ് പറയുന്നത്. കാരണം നമ്മുടെ കുഞ്ഞിന്റെ ടാലന്റിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് യു ഹാവ് എ ലോങ് വേ ടു ഗോ ആൻഡ് ദിസ് ഇസ് ജസ്റ്റ് ദ ബിഗിനിങ്. ഓക്കെ, അപ്പൊ നന്നായിട്ട് വരട്ടെ മകളെ. നന്നായിരുന്നു, നന്നായിട്ട് പാടി. നല്ല ഉഗ്രം വോയിസ് ആണ്. അത് ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും ഞാൻ. ഇതിനും കുഴപ്പമുണ്ടോ? നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല വോയിസ് ആണ്. നല്ല ഭംഗിയായിട്ട് പാടി എല്ലാ ഭാഗങ്ങളും. ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി ഒന്ന് ഫീല് കൊടുക്കണം, അത്രേ ഉള്ളൂ. പിന്നെ അതുപോലെ നിലവുകളെല്ലാം എംജയങ്ങൾ പഠിപ്പിച്ചില്ലേ, അതിന്റെ ക്ലാരിറ്റി. പിന്നെ കതിരണിഞ്ഞൊരുങ്ങും മുൻപേ എന്നുള്ളിടത്ത് കുറച്ച് ശ്രുതി. പിന്നെ മോഹപ്പൂക്കൾ വീണ്ടും ചരണത്തില്
ഇതേ ഉള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. മിടുക്കി. താങ്ക് യു സർ. എസ്റ്റർ ബേബി, എന്തോ? ഞാൻ ഒരു സജഷൻ കൂടെ പറഞ്ഞോട്ടെ. ആ. ഒരു എന്താ പറയാ, അക്ഷരങ്ങൾ പറയുമ്പോൾ മൊത്തത്തിൽ ഒരു ഗ്രിപ്പ് കിട്ടാത്ത പോലെയുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ താ എന്ന് പറയുമ്പോൾ എസ്റ്റർ ബേബി പലപ്പോഴും ദാ എന്നാണ് വരുന്നത്. ഇപ്പം ഇതൾ എന്നാ പറയുന്നത്, ഈ ത ഇതൾ കേട്ടോ. അതുപോലെ മാഞ്ഞോര് ഓർമ്മയെല്ലാം ഇറ് കേൾക്കാനേ ഇല്ല അത് കുറച്ച് ക്ലാരിറ്റി വേണം കേട്ടോ. അപ്പൊ അങ്ങനത്തെ അക്ഷരങ്ങൾ വരുമ്പോ താ, ഇപ്പൊ ഇറ്, ള, ല, അങ്ങനെ ഡബിൾ വരുന്ന അക്ഷരങ്ങളും അല്ലാത്ത അക്ഷരങ്ങൾ വരുമ്പോ അക്ഷരത്തിന്റെ മേളിൽ ഒരു ഗ്രിപ്പ് എപ്പോഴും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ടൈമിനനുസരിച്ചിട്ട് നമുക്ക് പോവാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പൊ അടുത്ത പ്രാവശ്യം പാട്ട് പഠിക്കുമ്പം എഴുതി പഠിക്കുക, അല്ലെങ്കിൽ പറഞ്ഞ് പഠിക്കാം പാട്ട് കേട്ടോ. അപ്പൊ അത് അടുത്ത പ്രാവശ്യം ചെയ്തിട്ട് നെക്സ്റ്റ് സോങ് നമുക്ക് അടിപൊളിയാക്കണം. ഓക്കെ ഓക്കെ, ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എസ്തറുടി, എന്തോ? എത്ര മാർക്ക് വേണം? ആ, ഉം. അതെന്താ ഒരു guess ഉണ്ടോ? 96 മതിയോ? 96. പിന്നെന്താ അങ്ങനെ പറഞ്ഞേ? 97, സ്വന്തം ഞെട്ടുന്നു അവള്. 97. Okay, Estarudi going to be awarded 97 on 100 today. താങ്ക് യു സർ. അപ്പൊ എസ്സർ കുട്ട എന്തോ? 100 മാർക്കൊന്നും വേണ്ടേ അപ്പൊ നമുക്ക്? അപ്പൊ അടുത്തതിന് പിടിക്കാം. ഓക്കെ, അടുത്തതിന് നന്നായിട്ട് പാടിയിട്ട് നമുക്ക് ചോദിക്കാം, അപ്പൊ കിട്ടും. ഓൾ ദ ബെസ്റ്റ്. ബൈ. താങ്ക് യു. ബൈ Bye, good night. Good night. മിനുകുടാ, എന്തോ? പഴയ കാലത്ത് ആ. ഞാൻ ഒരാളെ ഒരു ദിവസം ഫോണിൽ വിളിക്കുകയാണ്. ആ. ഹലോ, അപ്പോൾ അപ്പുറത്തുനിന്ന് ഹലോ, ഞാൻ പറഞ്ഞു ഞാൻ എം ജയചന്ദ്രനാണ്. ആ കുടഞ്ഞിടാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരുപാട് കേട്ടിട്ടുണ്ട്. അവിടെ ചെന്നൈയിൽ ഞാൻ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ വയലിൻ്റെ ഗ്രൂപ്പുള്ള ആൾക്കാർ പറയുന്നുണ്ട്, അതായത് ഒരു പയ്യൻ വന്ന് പാടി കേട്ടോ. ആ പയ്യൻ ഒരു രക്ഷയില്ല. പാട്ട് കേട്ടിട്ട് റെക്കോർഡിംഗ് തിയേറ്ററിൽ മാത്രമല്ല ചെന്നൈയിൽ മൊത്തം മ്യൂസീഷ്യൻസ് പറഞ്ഞു ഈ പയ്യൻ അടുത്ത ഒരു കലക്കും എന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം ഈ പയ്യനെ കാണാനില്ല. ആ പയ്യൻ മുങ്ങി. ഞാൻ പറഞ്ഞു ആ പയ്യനാണോ ഈ പയ്യൻ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അതെ ചേട്ടാ, ഞാനാണ് മധു ബാലകൃഷ്ണൻ. മുങ്ങിയോ? അവിടെ മുങ്ങി, പിന്നെ കാണാനില്ല. അത് എനിക്ക് അറിഞ്ഞോളാം. അന്ന് ആ കാലത്ത് എന്റെ അടുത്ത് പറഞ്ഞ ഞാനിങ്ങനെ ഓർക്കാണ്. പിന്നെ എവിടെയാണ് പൊങ്ങിയത് മധുകൾ? അതെന്താ പറ്റി? പിന്നെ ഞാനൊരു ദിവസം റിയാനില് റെക്കോർഡിങ്ങിന്റെ ഇടയിൽ ലഞ്ച് ബ്രേക്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് കയറി വന്നു. അപ്പൊ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എഴുന്നേറ്റ് നമസ്കാരം പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ എനിക്ക് ആദ്യമായിട്ട് നേരിട്ട് കാണുന്ന അങ്ങനെയാണ് റിയാൻ സ്റ്റുഡിയോയില്. അപ്പൊ അങ്ങനെയാണ് മധു വരുന്നത്. പിന്നെ എന്റെ അനിയനായിട്ട് മാറി. ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്നു. അതെ. നമ്മുടെ നടുക്കിരിക്കുന്നു. നമ്മുടെ മീനുട്ടി അവിടെ നിൽക്കുന്നു. 2 മക്കളെ കിട്ടി. ടോപ്പ് ബാൻഡ് ക്രൂ രാകേഷ്. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 അല്ലേ? അപ്പൊ ഇനി ആരാണ് ഇനി വരാൻ പോകുന്ന? അങ്ങനെ എംജയങ്ങളിൽ കിട്ടിയ ഒരാളാണ്. ഒരു ഡ്യുവറ്റ് പെർഫോമൻസ് ആ വരുന്നത്. അതിൽ സീസൺ 2 ഒരാളാ വരാൻ പോകുന്നത് കൂടെ. നമ്മുടെ ഇപ്പോഴത്തെ ആവണിക്കുട്ടി വരുന്നുണ്ട്. പക്ഷെ കൂടെ വരാൻ പോകുന്ന ആളെ പറ്റി ഞാൻ എം ജെ അങ്കിളിനോട് ഒരു ക്ലൂ പറയാം. അപ്പൊ എം ജെ അങ്കിൾ പറയണം ആരാ വരുന്നതെന്ന്. ഹക്കൂന മട്ടാട്ട. എം ജെ അങ്കിളുടെ മാത്രം ഹക്കൂന മട്ടാട്ടയായിരുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും നൂനു ആയിരുന്നു. അപ്പം ഞങ്ങളുടെ ഹനൂനെയും ആവണിക്കുട്ടിയാണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം ഹനൂന ആൻഡ് ആവണി ഓൺ സ്റ്റേജ്. നൂനു, എന്തൊക്കെയുണ്ട് വിശേഷം? ബാംഗ്ലൂരിലല്ലേ? അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? അവിടെ നല്ല വിശേഷം. പഠിത്തമൊക്കെ എങ്ങനെ പോണു? എന്റെ ഫസ്റ്റ് ഇയർ ഓൾമോസ്റ്റ് കഴിയാറായി. ആ, സെക്കൻഡ് ഇയർ പോവാണ്. സ്പ്രിംഗ് പോലത്തെ മുടിയൊക്കെ അവിടെ പോയി. അതൊക്കെ ഞാൻ കാലങ്ങൾക്ക് ബാംഗ്ലൂരിൽ ഭയങ്കര മുടി മാനേജ് ചെയ്യാൻ ഭയങ്കര പണിയാ. അവിടുത്തെ വെള്ളത്തിൽ നന്നായിട്ട് മുടി പോവും. അതെ. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു വെറുതെ ഒന്നുകൂടി മുടി കളയാൻ വേണ്ടിട്ട് ഒന്ന് സ്ട്രൈറ്റൻ ചെയ്തു. നേരത്തെ വാണിയമ്മയുടെ പാട്ടുകളല്ലേ? അതെ, വാണിയമ്മ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. അതല്ലേ ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത്? ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? അങ്ങനെയാണോ? ഞാൻ വാണിയമ്മ മരിക്കുന്നതിന്റെ ഒന്നരാഴ്ച മുമ്പ് എന്തോ ഞാൻ വീഡിയോ കോളിൽ വാണിയമ്മയുടെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് ഞാനും വാണിയമ്മയും കൂടി ഒരുമിച്ചാ ദീപാവലിക്ക് ഫുഡ് കഴിച്ചത്, ലഞ്ച് കഴിച്ചത്. ഞങ്ങൾ രണ്ടുപേരും മാത്രം. അപ്പൊ ആ സമയത്ത് ഞാൻ നുനുവിനെ വിളിച്ച് ഫോണിൽ കൊടുത്തു സംസാരിപ്പിച്ചു. വാണിയമ്മയുടെ മുമ്പിൽ ഒരു പാട്ട് പാടാനും പറ്റി. അതെ. ഇത്രയും വർഷമായിട്ട് ഹക്കൂന മറ്റാട്ടയുടെ അർത്ഥം മനസ്സിലായോ? ഇവിടെ തന്നെ മനസ്സിലായി. അപ്പൊ ഭയങ്കര പ്രൗഡാണ് കേട്ടോ പിന്നെയും കാണാനായിട്ട്. താങ്ക് യു സോ മച്ച്. അനുന, യു ആർ എ വെരി വെരി ഗിഫ്റ്റഡ് സിംഗർ. താങ്ക് യു സോ അപ്പൊ അത് മച്ച്. നന്നായിട്ട് വരട്ടെ, വീണ്ടും നന്നായിട്ട് പ്രകാശമായിട്ട് വരട്ടെ. താങ്ക് യു. അവിടെ ആക്ടിവിറ്റീസിലൊന്നും ഇല്ലേ? മ്യൂസിക്
ഒക്കെ ഉണ്ട്. എന്തൊക്കെയാ അവിടെ? എന്തെങ്കിലും കോമ്പറ്റീഷൻസ്? അവിടെ ഭയങ്കര മ്യൂസിക് ഭയങ്കര ലൈവായിട്ട് നടക്കുന്നുണ്ട്. ഇതിടയ്ക്ക് എന്തോ ഇന്റർനാഷണൽ ഇതിൽ പോയല്ലോ, അത് പോവാൻ പറ്റിയില്ല. അത് സംഭവിച്ചുകഴിഞ്ഞാല് നമുക്ക് 18 വയസ്സ് കഴിഞ്ഞാല് ഒറ്റയ്ക്ക് പോണം. അപ്പൊ ഉമ്മാക്ക് കുറച്ച് പേടിയായി. പിന്നെ എന്റെ കോളേജിൽ നിന്ന് എനിക്ക് മാത്രമേ സെലക്ഷൻ കിട്ടിയുള്ളൂ. എനിക്ക് അറിയുന്ന വലിയ കാര്യമല്ലേ ആയിരുന്നു. പക്ഷെ അപ്പൊ എന്തായാലും ജാനീസ് സാർക്ക് ആ ഭാഗ്യം ഉണ്ടായില്ല ഹക്കുന മറ്റാരുടെ വോയിസ് കേൾക്കാൻ. അതിനെ ഉണ്ടാവട്ടെ, ഇനിയും ഇഷ്ടംപോലെ അവസരങ്ങൾ ഉണ്ടാവുമല്ലോ. ആവണി പ്രശാന്ത് കുമാർ, എന്തോ സാർ എന്താണ് പാട്ട്? ഏതാണ് പാട്ട്? മനസ്സിലെന്തേ മയിൽപീലി കാവടിയാട്ടം. എന്ത് എന്ത് വൈ എന്തേ കാവടിയാട്ടം? വൈ ബട്ട് വൈ? മനസ്സിൽ കാവടിയാടൂ? അറിയത്തില്ല, ആടുമായിരിക്കും. ആടിയാണല്ലോ സംസാരിക്കുന്നത്. ഒരുപാട് സന്തോഷം വരുമ്പോ സന്തോഷം വരുമ്പോ സംഭവിക്കുന്ന അതെ. സംഭവം. അതെ 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 അതെ. ബാക്കി ഡീറ്റെയിൽസ് പറയണേ. ഫിലിം കാറ്റത്തൊരു പെൺപൂവ്, ഇയർ 1998. മ്യൂസിക്കും ലിറിക്സും കൈതപ്രം സാറ്. പിന്നെ സിംഗേഴ്സ് ഭാവന രാധാകൃഷ്ണൻ മാമും പിന്നെ സിന്ധുദേവി മാമും. ഓക്കെ ഓക്കെ. അപ്പൊ ഭാവന ചേച്ചിക്കും സിന്ധുവിനും ഒരു നമസ്കാരം. നമസ്കാരം. അപ്പൊ അത് ഡ്യുവറ്റ് ആണ് അല്ലെ? അപ്പൊ നന്നായിട്ട് വരട്ടെ. ഓക്കെ, രണ്ടുപേരും കലക്കൂ. All the best. All the best. All the best രണ്ടുപേർക്കും. കാവടിയാട്ടം നിൻകിനാവിലെന്തേ കുയിൽ പാട്ടിൻ മണിക്കിലുക്കം. മനസ്സിലെന്തേ മയിൽ പീലി കാവടിയാട്ടം നിൻകിനാവിലെന്തേ കുയിൽ പാട്ടിൻ മണിക്കിലുക്കം. ആറ്റുവഞ്ചി കടവത്ത് കരയെന്നെ തോണിയെടുത്തപ്പോൾ മനസ്സിലെന്തേ മയിൽ പീലി കാവടിയാട്ടം. നിൻകിനാവിലെന്തേ കുയിൽ പാട്ടിൻ മണിക്കിലുക്കം. കാവടിയാട്ടം നിൻകിനാവിലെന്തേ കുയിൽ പാട്ടിൻ മണിക്കിലുക്കം. മനസ്സിലെന്തേ
നിൻകിനാവിലെന്തേ കുയിൽ പാട്ടിൻ മണിക്കിലുക്കം മനസ്സിലെന്തേ മയിൽ പീലി കാവടിയാട്ടം നിൻകിനാവിലെന്തേ കുയിൽ പാട്ടിൻ മണിക്കിലുക്കം വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഹലോ, എന്തൊരു എഫേർട്ട്ലെസ് ഈസിലാണ് പാടുന്നത്. മകളെ, എന്തോ ഒരു സന്തോഷമാണ് ഇങ്ങനെ കാണാനായിട്ട്, താങ്ക് യു സർ. ഇങ്ങനെ കേൾക്കാനായിട്ട്. പ്രശാന്ത് കുമാർ ആവണിയും കൂടെ കൂടിയപ്പോൾ ബാധ കൂടുകയല്ല, പ്രശാന്ത് കുമാർ ആവണിയും കൂടെ കൂടിയപ്പോഴത്തേക്കും കാർമുകിൽ അഴകിൽ ഈ പൊന്മയിൽ പീലി നീർത്തി ഇങ്ങനെ ആടുന്ന പോലെ ഉണ്ടായിരുന്നു. ശരിക്കും ആ മ്യൂസിക്കിൽ അതുണ്ട്, ആ ട്യൂണിൽ അതുണ്ട്, അതിന്റെ വരികളിൽ അതുണ്ട്. അതുകൊണ്ടാണ് മനസ്സിലൊരു കാവടിയാട്ടം ഉണ്ടാവണേ കേട്ടോ. അത് ഭയങ്കര രസമായിരുന്നു. ഒരു സെലിബ്രേഷൻ പോലെ, ഒരു സെലിബ്രേഷൻ മൂഡായിരുന്നു ഹനു. ആ, രണ്ടുപേരും കൂടെ. മാത്രമല്ല കുഞ്ഞ് അനിയത്തിയെ ഇങ്ങനെ കെയർ ചെയ്താണ് അവിടെ ചേച്ചി നിൽക്കുന്നത്. ഹനുവിന് അങ്ങനെ ഒരു നല്ലൊരു മനസ്സും കൂടെയാണ്, എനിക്കറിയാം. അപ്പൊ ആ രീതിയിലാണ് ഇപ്പോ ഇത് ഉരുത്തിരിഞ്ഞിരിക്കുന്ന ഈ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്. പിന്നെ ആവണീസ് പല പെർഫോമൻസിലും ഞാൻ ശ്രദ്ധിച്ചിട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സ്ലിപ്സ് വരുന്നുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു അറ്റൻഷൻ ടു ഡീറ്റെയിൽ. ആ ഡീറ്റെയിലോട്ട് നമ്മൾ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അത് മനസ്സിലാവാത്ത കുറെ ഭാഗങ്ങൾ ഈ പാട്ടിൽ വന്ന്, ഇപ്പൊ തേന്മാവിൻ ചില്ലയിലെ വാലാട്ടി പെൺപക്ഷി, ഇതേപോലെ ചരണത്തിൽ തുടങ്ങുമ്പോൾ ആകാശമാളികയിൽ, അടുത്ത് തുടങ്ങുമ്പോൾ കാണുന്നൊരു നേരത്ത്, ഈ 3 ഇടങ്ങളിലും ചില പ്രശ്നങ്ങളുണ്ടായി. വൈ ആവണി ലൈക്ക് ദിസ്? Why? It's too much. Yeah, it is too much. Very much. 3 കാര്യമില്ല പ്രേ, too much. Three much. അപ്പൊ അതൊന്ന് തേന്മാവിൻ ചില്ലയിലെ പാടാമോ? തേന്മാവിൻ ചില്ലയിലെ തേന്മാവിൻ ചില്ലയിലെ അത് ഇമ്പോസിഷൻ അല്ല, അടുത്ത ലൈൻ പാട്. വാലാട്ടി പെൺപക്ഷി കറക്റ്റ്. വിരുന്നിനാരോ വരുമെന്നൊരു കളകാഞ്ചി ചൊല്ലുമ്പോൾ കളകാഞ്ചി ചൊല്ലുമ്പോൾ അത് കഴിഞ്ഞ അവസാനം കനകമയൂരം പീലി നിർത്തിയില്ലേ? അത് പീലി നിർത്തിയില്ല, ഒന്നും നിർത്തിയില്ല. അവിടെ ഇങ്ങനെ വീണുപോയി. കനകമയൂരം പീലി നിവർത്തിപ്പോയി. One more. കനകമയൂരം പീലി നിവർത്തിപ്പോയി. ആവണയെടുത്താണ് കളി. ആവണയ്ക്ക് പറ്റും, പറ്റാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? പക്ഷെ ഇടയ്ക്കിടയ്ക്ക് സ്ലിപ്പ് ചെയ്ത് പറ്റിക്കല്ലേ കേട്ടോ. അതാണ് ഈ സ്ലിപ്പാണ് കുറെ സ്ഥലത്ത് വന്നിരിക്കണേ. ഇങ്ങനെ പറയണമെങ്കിൽ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഭൂപടത്തിൽ കുറെ വരച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളും. ഇവിടെ ഇത് ഇങ്ങനെയൊക്കെ വരച്ചിട്ടുണ്ട്. അവരെയൊന്നും വരാൻ പാടില്ല. അടുത്ത പെർഫോമൻസ് തൊട്ട് അത് വളരെ ശ്രദ്ധിക്കണം. അറ്റൻഷൻ ടു ഡീറ്റെയിൽസ്. അതിനൊരു ഡീറ്റെയിൽഡ് അറ്റൻഷൻ വേണം. ഓക്കെ, ഹനുവിനെ കുട്ടി, ആമണിക്കുട്ടി, രണ്ടുപേരും നന്നായിട്ട് പാടി, സൂപ്പർ ആയിരുന്നു. ഹനുവിനെ കുട്ടി ഈ ഒരു ശ്രുതിയിൽ പാടുന്ന ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത്. ഈ ഒരു ബേസ് കുറച്ചും കൂടി പക്ഷെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു, രസമുണ്ട് കേൾക്കാൻ. ആമണിക്കുട്ടി, ഇപ്പൊ MJ അങ്കിൾ പറഞ്ഞ കാര്യങ്ങൾ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. പക്ഷെ മറ്റുള്ള പല ഭാഗങ്ങളും നന്നായിട്ട് പാടി, വളരെ നന്നായിട്ട് പാടി. ഈ കുറച്ചും കൂടി ഇപ്പൊ പറഞ്ഞ പോലെ ശ്രുതി, ഇതുപോലുള്ള സംഗതികൾ, ഇങ്ങനെ കുനുകുന എന്നുള്ള സംഗതികളില്ലേ, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പാടണം.
കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത്. വോയിസ് ഒക്കെ അടിപൊളിയാണ്, ഉഗ്രനാണ്. നൈസ്. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. അനുകുട്ടി. താങ്ക് യു സർ. അവണിക്കുട്ടി, ഹനുനക, രണ്ടുപേരും നല്ല രസം ഉണ്ടായിരുന്നു പാടുന്നത്, കേൾക്കാനും കാണാനും. അവസാനം ആകുമ്പോ കൈയൊക്കെ പിടിച്ചിങ്ങനെ രണ്ടുപേരും സാധാരണ ഡ്യുവറ്റ് ആകുമ്പോൾ നമ്മളൊരു മെയിൽ വോയിസും ഫീമെയിൽ വോയിസും അല്ലേ എക്സ്പെക്ട് ചെയ്യാം. അതല്ലാതെ 2 ഫീമെയിൽ വോയിസ് കേൾക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. അതെ അതെ, നന്നായി എൻജോയ് ചെയ്ത് പാടി. പിന്നെ ആ പാട്ടിനൊരു എന്താ പറയാ, നല്ല ഉന്മേഷമുള്ള ഒരു പാട്ടാണ് കൈതപ്പുറം സാറിന്റെ പാട്ട്. നല്ല നല്ല രസമുള്ള ആഭരി രാഗത്തിൽ ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട്. സിനിമയിൽ കാവ്യയും പിന്നെ സംഗീതമാണ് തോന്നുന്നു. അതെ അതെ അതെ. അനുകുട്ടി പാടി പറഞ്ഞില്ലേ, കളകാഞ്ചി ചൊല്ലുമ്പോൾ തുറന്നു നോക്കുമ്പോൾ. അത് നല്ല രസമുണ്ടായിരുന്നു അത് കേൾക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ടിപ്പ് പറഞ്ഞുതരാം. ആവണിക്കുട്ടി പഠിക്കുന്നില്ലേ പാട്ട്? പഠിക്കുന്നുണ്ട്. വരിശകൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ വരിശകള് മെല്ലെ 1ാം കാലത്തില് ആകാരത്തില് പാടി പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് മെല്ലെ സ്പീഡ് കൂട്ടി കൊണ്ടുവന്നാ മെല്ലെ നമുക്ക് അതിന്റെ എന്താ പറയാ, ഇതുപോലെ ഈ സ്ലിപ്പ് ആവുന്നതും ഈ ക്ലാരിറ്റി കുറയുന്നതും ഒക്കെ നമുക്ക് മെല്ലെ സെറ്റായി വരും കേട്ടോ. അപ്പൊ ഇനി മുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോ പിന്നെ ആകാരത്തില് പാടിയിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അപ്പൊ ഓക്കെ ആവേ. ശരി, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അനുവിന് 1000-1 മാർക്ക്. സീസൺ ജയിച്ചു. ആവണിക്കുട്ടി, എന്താ ചേച്ചി? അപ്പൊ പ്രാക്ടീസിന്റെ കാര്യം പറഞ്ഞാൽ മറക്കണ്ട. ഓക്കെ, അപ്പൊ ആവണിക്കുട്ടിയുടെ ഇന്നത്തെ മാർക്ക് 96.75 ഔട്ട് ഓഫ് 100. പുറത്തൊക്കെ ഭയങ്കര ചൂടാണ്, അതുകൊണ്ടൊരു മഴ പെയ്യിപ്പിക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ടാറ്റാ. ബൈ ബൈ.